ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഞാനൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഞാനൊരു ഓൺലൈൻ ജ്വല്ലറി ബിസിനസ്സാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ആൻറ്റി ടാർണിഷ് ജ്വൽസും കുറച്ച് ട്രഡീഷണലും അങ്ങനെ എല്ലാവിധവും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് നമുക്കൊരു നെക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്ക് ഓർഡർ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച വെൽവെറ്റ് നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാനത് മാറ്റണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ പൊടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയണില്ല. പക്ഷേ ഇതിലാണെങ്കിൽ ഓർണമെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ നല്ല വൃത്തിയിൽ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഫുൾ ടൈം കവറിലൊക്കെ ഇട്ട് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാതും ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 3D വാൾപേപ്പറാണ് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പം കുറച്ച് ഭംഗിയിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓർഡർ ചെയ്യാം. ഞാനിത് കുറേ ഇങ്ങനത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ പേജിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാനങ്ങനെ കണ്ടെത്തി ഞാൻ മീഷോന്ന് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടോ. അങ്ങനെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല 3D ബ്രിക്ക് വാൾപേപ്പറാണിത്. നല്ല അടിപൊളി അങ്ങനെ ഞാൻ 2 പീസാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഒരുപാട് പീസ് കിട്ടും, നമുക്ക് 2 പീസുള്ളതാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ലൊരു ബ്രിക്ക് വാൾപേപ്പർ തന്നെയാണ്. ഇത് വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോയ്ക്ക് കാണാനും അത്യാവശ്യം നല്ലൊരു ലുക്ക് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൊരു ഷോട്ട് ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാണ് ആ ഷോട്ട്. ഇതിൽ കുറച്ചുകൂടെ ലൈറ്റിൻ്റെ കുറവുണ്ട്, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബോക്സസ് ഉണ്ടല്ലോ, നമുക്ക് ജ്വല്ലറി ബോക്സസ്സാണ്. അതായത് നമുക്ക് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബോക്സസ്. ഇത് 4x4 ആ ഒരു സൈസിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഇതിലവർ എങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യണം എന്നുള്ളൊരു പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അതിൽ നോക്കിയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു സൈസിലാണ് ഞാൻ ഓർഡർ ചെയ്ത ബോക്സ് ഉള്ളത്. ജ്വല്ലറി ഒക്കെ പാക്ക് ചെയ്യാൻ പറ്റിയൊരു ബോക്സാണ്. അത്ര സൈസ് മതിയായിരിക്കും. അപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു സാധനമാണ് കേട്ടോ. താങ്ക് യു സ്റ്റിക്കേഴ്സും കൂടെ അവരതിൽ ആഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏകദേശം എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ എല്ലാ താങ്ക് യു സ്റ്റിക്കേഴ്സും ഇതിലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്തത് ഇതായിരുന്നു കേട്ടോ. ഇതായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സാധനം. പക്ഷേ ഇത് വരാൻ ലേറ്റ് ആവുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ഒരു ഓർഡർ ഫസ്റ്റ് കിട്ടിയപ്പം ഞാൻ വേറൊരു താങ്ക് യു സ്റ്റിക്കറും കൂടെ എനിക്ക് മേടിക്കേണ്ടി വന്നിട്ടോ. ഇപ്പോൾ താങ്ക് യു സ്റ്റിക്കറിൻ്റെ തല്ലാണ് എൻ്റെ അടുത്ത്. അങ്ങനെ ഓർഡറില്ലെങ്കിലും താങ്ക് യു സ്റ്റിക്കേഴ്സൊക്കെ ഒരുപാടുണ്ട് കയ്യിൽ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ ഒരുപാടൊന്നും ഓർഡേഴ്സ് പ്രതീക്ഷിച്ചിട്ട് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നേ വേണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെയല്ല കേട്ടോ, ഇനിയുണ്ട്. നമ്മുടെ കൊറിയർ ബാഗും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊറിയർ ബാഗ് ആ ബോക്സിന് ഫിറ്റായിട്ടുള്ള സൈസിലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4x4ൻ്റെ ബോക്സിന് ഞാൻ 6x10 ആ റേഞ്ചിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൊറിയർ ബാഗാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും കൊള്ളായിരുന്നു. ഇതെല്ലാം ഞാൻ മീഷോന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. എല്ലാതും മീഷോ കുട്ടിയാണ് ഞാൻ. എല്ലാതും മീഷോന്നേ ഓർഡർ ചെയ്യാറുള്ളൂ. പിന്നുള്ളത് ഇത് നമ്മുടെ ഡിസ്പ്ലേ കാർഡ്സാണ്. അതായത് നമുക്ക് ജ്വല്ലറി ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർഡ്സാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം, പക്ഷേ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായതുകൊണ്ട് ഇത് ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുകയാണ് വിചാരിക്കുന്നത്. ഇത് അതിൻ്റെ ഉള്ളിലിടുന്ന ബോക്സ് കേട്ടോ, ഡിസ്പ്ലേ ബോക്സസ് കവറുകളാണേ. പിന്നെ ഇതുപോലെ ഒരു റാപ്പിംഗ് പേപ്പറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനം. അപ്പോൾ നമ്മുടെ ലെക്സ ജ്വൽസ് എന്നാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ എല്ലാവരും പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഓർഡേഴ്സൊക്കെ തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ, സീ യു.